ഏത് തെമ്മാടിത്തത്തിന് ഓപ്പണയ്ക്ക് ഇപ്പം പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. റോബോട്ടിക്സിന്റെ ടെക് ലീഡ് ആയിട്ടുള്ള കാത്രിൻ കലിനോവ്സ്കി വരെ റിസൈൻ ചെയ്തു. ഓപ്പണയുടെ എംപ്ലോയീസ് വരെ അവരുടെ ഈ ഒരു തീരുമാനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അതേപോലെ അമേരിക്കയിൽ ചാറ്റ് GPT അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെയധികം ഇപ്പം കൂടിയിരിക്കുകയാണ്. ക്വിറ്റ് GPT എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ വരെ ആക്ച്വലി ഇപ്പം റണ്ണിങ് ആണ്. ഇതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ഓപ്പണയും US ഗവൺമെന്റുമായിട്ടുള്ള ആ ഒരു കോൺട്രാക്ട് ആണ്. ആദ്യം ആ ഒരു കോൺട്രാക്ട് US മിലിറ്ററിയും ആന്ത്രോപിക്കുമായിട്ടായിരുന്നു. ഈ ഒരു ഇറാൻ US യുദ്ധം വരുന്ന ആ ഒരു സമയത്ത് ആന്ത്രോപിക്കിന്റെ മുന്നിൽ US ഗവൺമെന്റ് രണ്ട് കാര്യങ്ങളാണ് വെച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാസ് സർവൈലൻസിന് വേണ്ടി ഈ ഒരു AI ടെക്നോളജി യൂസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിത്തൗട്ട് ഹ്യൂമൻ കൺട്രോളും ഈ ഒരു AI സിസ്റ്റം വഴിയായിട്ട് വെപ്പൺസിനെ സ്വന്തം പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വെപ്പൺസ് തീരുമാനിക്കും ആരെല്ലാം കൊല്ലണം ആരെല്ലാം കൊല്ലണ്ടാകും. ഹ്യൂമൻസിന് അതിനകത്ത് യാതൊരുവിധ കൺട്രോൾ ഉണ്ടാവില്ല. ഒന്ന് ഓർത്ത് നോക്കണം, ഈ ഒരു തെമ്മാടിത്തരം കാരണം എത്രയധികം പാവപ്പെട്ട മനുഷ്യർ കൊല്ലപ്പെട്ടേക്കുന്നു. ഈ രണ്ട് നിർദ്ദേശങ്ങളോട് ആന്ത്രോപ്പിക് നോ പറഞ്ഞു. അതിന്റെ അടുത്ത ദിവസം തന്നെ ടെമ്പിൾ ഈ ഒരു ആന്ത്രോപ്പിക്കിനെ ഒരു ഈവിൾ കമ്പനി ആയിട്ട് പ്രഖ്യാപിക്കുകയും എല്ലാ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ആന്ത്രോപ്പിക്കിന്റെ ടെക്നോളജീസിനെ കളയാനും പറഞ്ഞു. ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് ഓപ്പണയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പണയും US മിലിറ്ററിയും തമ്മിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. ആ കോൺട്രാക്റ്റിൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തതിനു ശേഷമാണ് ഓപ്പണയ്ക്കെതിരെ ഇത്രയധികം ഹേറ്റർ ഉണ്ടായത്. ഈ ഒരു കോൺട്രാക്ട് ഇത്രയധികം ഇഷ്യൂ ആയപ്പോൾ സാം ആൾട്ട്മാൻ തന്നെ ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരിക്കലും അമേരിക്കൻ സിറ്റിസൺസിനെ സ്പൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യില്ല. അതേപോലെ തന്നെ സ്പെഷ്യൽ അപ്രൂവൽ ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ടെക്നോളജി US മിലിറ്ററിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നും അവരിപ്പം പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് നല്ലതിന് മാത്രം AI നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു കമ്പനിയുടെ CEO ആണെന്ന്